ഹായ് ഫോക്സ്. സോ നമ്മുടെ വീക്ക്ലി ഔട്ട്ലുക്ക് ആണ് ഈ ഒരു വീക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നും ഈ ഒരു വീക്കിന്റെ പ്രഡിക്ഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നേ വരെ ഈ ചാനലിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ന്യൂസ് വെച്ചിട്ട് നമ്മൾ ഒരു വീക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വീക്കും ഇങ്ങനെ തന്നെയാണ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു വീക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈക്ക് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ലൈക്ക് നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു വീക്ക് എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും ഏതൊക്കെയാണ് അതിന്റെ പോസിബിലിറ്റീസും നമ്മൾ ഒരു വീക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൺഡേ തന്നെ പ്രീ പ്ലാൻ ചെയ്യാറുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ബേസിക് ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ വീഡിയോ ആണ്. ബിഗിനേഴ്സിന് മനസ്സിലാവും. ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. ഞാൻ കാരണം ന്യൂസിന്റെ ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടില്ലായിരുന്നു. സോ നമുക്ക് ഈ വീക്ക് വരുന്നത് ഒരു NFP വീക്കാണ്. ഓക്കെ, എനിക്കിത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ന്യൂസ് അവർക്കെതിരായിട്ടാണ് പോയത്, ലൈക്ക് ന്യൂസിൽ അവർ ട്രേഡ് ചെയ്യാറില്ല, ന്യൂസിന്റെ ടൈം പീരിയഡ്സിൽ അവർ ട്രേഡ് ചെയ്യാറില്ല, ന്യൂസ് ഇല്ലാത്തപ്പോഴാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ട്രേഡേഴ്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ ന്യൂസ് ഇല്ലാത്ത ഡേ ട്രേഡ് ചെയ്യാറില്ല എന്നുള്ള രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നറേറ്റീവ് ആരാണ് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാം, ന്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ന്യൂസ് ട്രേഡ് ലൈക്ക് ന്യൂസിലല്ല, ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കേണ്ടത്, ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ ഒരു 11 മണി ന്യൂയോർക്ക് ടൈമിനുള്ളിൽ നിങ്ങളുടെ ട്രേഡ് റാപ്പ് അപ്പ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ട്. സോ എന്ന് വെച്ചാൽ ബാക്കിയുള്ള സമയം ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ആ ഒരു സമയം ഭയങ്കര ചോപ്പി ആയിരിക്കും, മാർക്കറ്റിന് ഒരു എയിം ഇല്ലാതെ പോകുമായിരിക്കും. കാരണം അതിന്റെ ഒരു എക്സാക്ട് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ന്യൂസ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ന്യൂസ് ഇല്ല എന്നും പറഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല. ഞാൻ ഈ ന്യൂസിനെ കുറിച്ച് ഇതിനകത്ത് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, കാരണം ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് എന്റെ ചാനൽ കളയണ്ട. പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. ന്യൂസ് റിലീസ് ചെയ്യുന്നത് അത് നമ്മുടെ ന്യൂസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. പബ്ലിക്കിന്റെ മുമ്പിൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ന്യൂസ്. ന്യൂസും മീഡിയയും എല്ലാ ചാനൽസ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയും മാർക്കറ്റും ഈ അൽഗോരിതം എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന്, ലൈക്ക് അതൊരു ഒറ്റ കൂട്ടം ആൾക്കാരാണ്. ആരാണെന്ന് നിങ്ങൾ തന്നെ പോയി റിസർച്ച് ചെയ്തോ. സോ ആ ഒരു കൂട്ടം ആൾക്കാർക്ക് അവരുടെ ഫേവറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ന്യൂസ് ഒരു മാനിപ്പുലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ജെ പി വൈ ഭയങ്കരമായിട്ട് പെർഫോമിംഗ് ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം JPY ഭയങ്കരമായിട്ട് പെർഫോമിംഗ് ആന്ന് പറയും, അതൊരു മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ ഒരു 1 2 3 ദിവസത്തേക്ക് JPY മേ ബി നല്ലതായിട്ട് പെർഫോം ചെയ്യും, അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് ആവും. ഓക്കെ, ഇതാണ് ന്യൂസിന്റെ ഉദ്ദേശം. സോ ഞാൻ കൂടുതൽ ഇതിലോട്ട് പോകുന്നില്ല, കാരണം ഈ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് എന്റെ ചാനൽ കളയണ്ട. ഞാനിത് ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മീഡിയത്തിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലെങ്ങാനും ഞാൻ ഈ ഒരു ന്യൂസിനെ കുറിച്ചുള്ള വീഡിയോസ് ഷെയർ ചെയ്യാം. സോ നമ്മൾ ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കെൻഡ് ഒരു ഭയങ്കര ഒരു വിയേർഡ് വീക്കെൻഡ് ആയിരുന്നു. കാരണം അമേരിക്ക ചില പ്രത്യേക കാരണങ്ങൾ കാരണം വെനിസ്വേലയിൽ വിസിറ്റിന് പോയിരുന്നു. സോ അമേരിക്ക വെനിസ്വേലയിൽ വിസിറ്റിന് പോയി വെനിസ്വേലയിലെ പ്രസിഡന്റിനെ തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു, വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള രീതിയിൽ. അപ്പം ആ രീതികൾ കാരണം ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു കോൺഫ്ലിക്റ്റ് കാരണം നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സൺഡേ നൈറ്റ് ഈ ഒരു 4 4:30 അല്ലെങ്കിൽ ഒരു 5 o'clock ആകുമ്പോൾ മാർക്കറ്റ്സ് എല്ലാം ഓപ്പൺ ആവും. അപ്പൊ ആ ഒരു ടൈമിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നോർമലി ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് വീക്കെൻഡിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഒരു ഹിന്റ് തരാം. മിക്ക ഹൈ ഇമ്പാക്ട് ഇവന്റ്സും നടക്കാൻ പോകുന്നത് സാറ്റർഡേ സൺഡേ ആയിരിക്കും. മിക്ക മാർക്കറ്റ് ക്രാഷ് നടക്കാൻ പോകുന്നതും മൺഡേ ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും. നിങ്ങൾ ഏത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നെങ്കിലും, ഫോറക്സ് ആണെങ്കിലും അതേപോലെ ഗോൾഡ് ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും. സോ നമുക്ക് ഈ വീക്കിന്റെ അജണ്ട നോക്കാം. ഈ വീക്ക് NFP വീക്കാണ്. NFP എന്ന് പറയുന്നത് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഡേ ആണ്. സോ NFP എന്ന് പറഞ്ഞാൽ നോൺ ഫാം പേറോൾ എംപ്ലോയ്മെന്റ് ചേഞ്ച്. സോ NFP അതാണ്. സോ NFPയുടെ ഡേ, NFP മിക്ക ലൈക്ക് എല്ലാ മന്തിന്റെ ഫസ്റ്റ് വീക്കില് ഫസ്റ്റ് ഫ്രൈഡേ ആണ് NFP വരാറുള്ളത്. ഇതേ കണക്ക് നമുക്ക് CPI ഉണ്ട്, PMI ഉണ്ട്, ഇത് കണക്ക് കുറച്ച് FOMC, ഇങ്ങനത്തെ കുറച്ച് ഹൈ ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട്. സോ നമുക്ക് ഈ വീക്കിൽ നമുക്കൊരു അടിപൊളി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ എൻഡിൽ നമ്മുടെ ചാനൽ നല്ല ബ്ലെസ്സിങ് ആയിട്ട് നമുക്കൊരു NFP വീക്കാണ് വന്നിരിക്കുന്നത്. സോ NFP വീക്ക് നോർമലി 8:30 AM ന്യൂയോർക്ക് ടൈമിൽ നമുക്കൊരു 8:30 AM NFPയുടെ ന്യൂസ് റിലീസ് ചെയ്യുന്നത്. സോ
നമുക്ക് ഈ വീക്ക് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ നമുക്ക് ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസും ഒരു മീഡിയം ഇമ്പാക്ട് ന്യൂസും ഉണ്ട്. സോ ഹൈ ഇമ്പാക്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. മീഡിയം ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ടു നോ വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ നോ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്, അതൊരു സിൽവർ ഫോൾഡർ ന്യൂസ് ആണ്. അത് ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാറില്ല, അത് ആ ന്യൂസ് വന്നു എന്ന് പോലും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. സോ മൺഡേ നിങ്ങൾക്ക് ഒരു നൈസ് ട്രേഡിംഗ് ഡേ ആണ്. മൺഡേ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ട്യൂസ്ഡേയും നിങ്ങൾക്ക് അടിപൊളി ഒരു ട്രേഡിംഗ് ഡേ ആണ്. വെനസ്ഡേ നിങ്ങൾക്ക് അടിപൊളി ഒരു ട്രേഡിംഗ് ഡേ ആണ്. തേഴ്സ്ഡേയിലോട്ട് വരുമ്പം തേഴ്സ്ഡേ നിങ്ങളുടെ ട്രേഡിംഗ് മോർണിംഗ് സെഷനിൽ തീർത്തിരിക്കണം. ന്യൂയോർക്ക് സെഷന്റെ മോർണിംഗ് സെഷൻ എന്ന് വെച്ചാൽ ലണ്ടന്റെ ക്ലോസിംഗ് ടൈമോട് കൂടി നിങ്ങളുടെ ട്രേഡ് തീർത്തിരിക്കണം. ഒരു 11:30 12 o'clock മുമ്പ് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കണം. അമേരിക്കൻ ടൈം 11:30 12 o'clock മുമ്പ് ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ട്രേഡ് നോക്കരുത്. പിന്നെ ഫ്രൈഡേ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത് അമേരിക്കൻ ടൈം 8:30 ശേഷം മാത്രമായിരിക്കണം. നിങ്ങൾ NFPയുടെ റിലീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ന്യൂസ് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് പോവാം. നമുക്ക് ഈ 10 മണിക്കാണ് ന്യൂസ് വരുന്നതെങ്കിൽ നമുക്ക് 10 മണിയുടെ ന്യൂസ് ഒരു മാനിപ്പുലേഷൻ ആയിട്ട് കരുതാം. ആ 10 മണിയുടെ ന്യൂസ് മാനിപ്പുലേഷൻ ആക്കി കഴിഞ്ഞാൽ ആ ഒരു 10 മണിയുടെ ന്യൂസിന് ശേഷം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു രീതി നമുക്ക് ന്യൂസ് വെച്ചിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ന്യൂസസ് മിക്കപ്പോഴും മാനിപ്പുലേഷൻ ആണ്. ന്യൂസിന് മുമ്പാണ് മാനിപ്പുലേഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 9:30 ഓപ്പണിംഗിന് തന്നെ നമുക്ക് മാനിപ്പുലേഷൻ വന്നു എന്ന് വെച്ചോ, നമുക്കപ്പോ 10 o'clock ന്യൂസ് ഉപയോഗിച്ച് മൺഡേ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, സോ ട്യൂസ്ഡേ നമുക്ക് ന്യൂസസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ട്യൂസ്ഡേ ഒരു ഡേയുടെ ഹൈയോ ലോയോ എടുത്തിരിക്കും. ട്യൂസ്ഡേയിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർക്കറ്റ് ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. പിന്നെ വെനസ്ഡേയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വെനസ്ഡേ നമുക്ക് 8:15 ഒരു ന്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ 10 o'clock ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ 8:15 ന്യൂസ് ആയിരിക്കണം പ്രോബബ്ലി മാനിപ്പുലേഷൻ. അങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലം മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. 10 o'clock 8:15 നമുക്ക് മാനിപ്പുലേഷൻ നടന്നിട്ടില്ല, നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് 9:30 നമുക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ 10 o'clock ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. കാരണം 8:30 മാനിപ്പുലേറ്റ് ചെയ്തില്ലെങ്കിൽ 9:30 ഓപ്പണിംഗ് മാനിപ്പുലേറ്റ് ചെയ്യും. 9:30 ഓപ്പണിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര വോളറ്റൈൽ ആണ് 9:30 ഓപ്പണിംഗ്. 9:30 ഓപ്പണിംഗ് ആ ഒരു മാനിപ്പുലേഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 o'clock ന്യൂസ് നമ്മുടെ 9:45 to 10:10 എന്നുള്ളൊരു മാക്രോ 10 o'clock ന്യൂസും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ഡെലിവറി കിട്ടും. സോ പിന്നെ തേഴ്സ്ഡേ വരുമ്പോൾ തേഴ്സ്ഡേ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് 8:30 വരുന്നത്. സോ നമ്മുടെ ട്രേഡ് 8:30 തന്നെ മാനിപ്പുലേഷൻ നടന്ന് 9:30 10 ട്രേഡ് തീരേണ്ടതാണ്. നമുക്ക് നിങ്ങൾ 10 ഒന്നും കഴിഞ്ഞ് ട്രേഡ് നോക്കരുത്. ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ ചെറിയ സ്കാൽപ്പേഴ്സിന് മാത്രമേ തേഴ്സ്ഡേ ഒരു 10 കഴിഞ്ഞൊക്കെ ട്രേഡിൽ ഇരിക്കാവൂ. പിന്നെ ഫ്രൈഡേ വരുന്നു. ഫ്രൈഡേ നമുക്ക് 8:30 നമ്മുടെ എന്താ പറയാ നമ്മുടെ മേജർ ന്യൂസ് ഉണ്ട്. നോൺ ഫാം പേറോളിന്റെ ന്യൂസ് ഉണ്ട്, NFP ന്യൂസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് 9:30 തന്നെ നിങ്ങൾക്ക് ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് 9:30 നിങ്ങൾക്ക് ഒരു അടിപൊളി എൻട്രി കിട്ടില്ല. ഈ 8:30 ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്ത് ചെല്ലേണ്ടത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. അവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ 9:30 മുമ്പേ എൻട്രി ചെയ്യാവൂ. 9:30 അടിപൊളി വോളറ്റിലിറ്റി ആയിരിക്കും, 10 o'clock അടിപൊളി വോളറ്റിലിറ്റി ആയിരിക്കും. നിങ്ങളുടെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് അത് അച്ചീവ് ആവും. പക്ഷെ ഈ ബിഗിനേഴ്സ് ഈ ന്യൂസിന്റെ ഡേയിൽ നിങ്ങൾ ഈ മാനിപ്പുലേഷൻ ആണ്, ഓക്കെ ഫൈൻ, ഈ വിക്കിന്റെ മേളിൽ പോത്തില്ല, ഇനി ഇവിടുന്ന് ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ന്യൂസ് ട്രേഡ് ചെയ്തിട്ടില്ലാത്തവര് ന്യൂസ് എന്താ പറയാ ഒന്ന് വാച്ച് ചെയ്ത് ഈ ഒരു വീക്കെങ്കിലും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ന്യൂസസ് ട്രേഡ് ചെയ്ത് തുടങ്ങാം. സോ നമ്മളുടെ ഫുൾ ട്രേഡിംഗ് ഫ്രെയിംവർക്കും ന്യൂസിനെ ബേസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളുടെ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ മാനിപ്പുലേഷൻ ന്യൂസിന്റെ രീതിയിലും ആവാം, മാർക്കറ്റ് ഓപ്പണിന്റെ രീതിയിലും ആവാം. ഓക്കെ, സോ നമുക്ക് ചാർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാസ്ഡാക്കിന്റെ ചാർട്ട് ആൻഡ് നമ്മുടെ ESന്റെ ചാർട്ട്സിലേക്ക് വരാം. സോ നാസ്ഡാക്കിന്റെ ചാർട്ടിൽ നമ്മുടേത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. പ്രീവിയസ് ഇയർലി ഹൈ, പിന്നെ ഈ ഒരു സെൽ സൈഡ് എന്തിനാ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. നമുക്ക് പ്രീവിയസ് മന്തിന്റെ ഹൈ, പ്രീവിയസ് മന്തിന്റെ ലോ. സോറി. സോ നമ്മുടെ നാളെ ഒരു പുതിയ വീക്കാണ്. അപ്പൊ നാളത്തെ പുതിയ വീക്കില് ലൈക്ക് വീക്കെൻഡിൽ നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ നടന്ന സ്ഥിതിക്ക്, ഈ ഒരു ന്യൂസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്ന സ്ഥിതിക്ക് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ എന്താ പറയാ ന്യൂസസ് ഉപയോഗിച്ച് അവര് പ്രൈസസ് എത്തേണ്ട സ്ഥലത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ന്യൂസ് ഒരു മാനിപ്പുലേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ. സോ അവർക്ക് ആ നാളത്തെ ഓപ്പണിങ്ങിന്റെ ബേസും അതേപോലെ തന്നെ നമ്മുടെ ലണ്ടൻ സെഷന്റെയും ഏഷ്യൻ സെഷന്റെയും
എന്താ പറയാ വർക്കിങ്ങും വെച്ചിട്ടാണ് നമ്മൾ നാളത്തെ ഡേ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇംബാലൻസ്, ഈ ഒരു ഇൻവേർഷൻ ഇംബാലൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഇംബാലൻസ്, ഈ ബ്ലാക്ക് സൈഡിൽ പ്രത്യേകിച്ച് നമുക്ക് ഇംബാലൻസ് ഒന്നുമില്ല. ഈ ഒരു ഇംബാലൻസ് ഈ പ്രൈസിനെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തിരിച്ചു പോയി ഡിസംബർ ഹൈ എടുക്കും. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഈ ഒരു ഇംബാലൻസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല, മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഡ്രോപ്പ് ആവുകയാണ് എന്നൊരു സിനാരിയോ ആണെങ്കിൽ നമ്മൾ പിന്നെ പോകാൻ പോകുന്നത് ഡിസംബർ ലോയിലേക്കായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീക്ക്ലി ബയാസ്. നമുക്ക് എന്നിട്ട് നമ്മുടെ സെയിം കോറിലേറ്റഡ് മാർക്കറ്റ് ആയിട്ടുള്ള ഇ എസിലേക്ക് നോക്കാം. ഇ എസിന്റെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഇ എസ് ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയറിന്റെ ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. സോ പ്രീവിയസ് ഇയറിന്റെ ഹൈ എടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ലൈക്ക് വീക്ക്ലി ബയാസ് നമുക്ക് ഈ ഒരു സെയിം സിറ്റുവേഷനിലായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ വീക്ക്ലി ഓപ്പൺ ഇവിടാണ്, നമ്മുടെ ഇയർലി ഓപ്പൺ ഇവിടാണ്. ഇയർ ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. സോ ഇയർ ഓപ്പൺ ചെയ്ത് ഒബ്വിയസ്ലി ഒരു ഇൻഡെക്സ് ഫ്യൂച്ചർ എപ്പോഴും മേളിലോട്ടേ പോകത്തുള്ളൂ. സോ നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ഇനിഷ്യലി എപ്പോഴും ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ട്. നമ്മുടെ ഇയർ ഓപ്പൺ ആയെന്ന് കൺസിഡർ ചെയ്യും. ഇയർ ഓപ്പൺ ആയി നമ്മുടെ ബുള്ളിഷ് ഇയർ ആണ്, കാരണം ഇതൊരു ഇൻഡെക്സ് ഫ്യൂച്ചർ ആണ്. സോ നമ്മൾ താഴേക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഇയർ വർക്ക് ആവുന്നത്. സോ നമുക്കപ്പോൾ ഇയർ ഓപ്പൺ ആയി, നമുക്കപ്പോൾ ഒരിക്കലും പ്രൈസസ് മേളോട്ടല്ല പോകുന്നത്, പ്രൈസ് ഒബിയസ്ലി താഴോട്ടാണ് പോകുന്നത്. സോ നമുക്ക് താഴോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും അടുത്തൊരു റീസൺ ഇ എസ് നമ്മുടെ ഹൈലി കോറിലേറ്റഡ് മാർക്കറ്റ് ആണ്. എസ് എം ടി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും, എസ് എം ടി അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് കുറച്ച് ടഫ് ആയിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇയർലി ഹൈയുടെ ക്ലോസർ ആയിട്ടാണ് ഇ എസ് നിൽക്കുന്നത്. സോ ഇ എസ് ഈ വീക്ക് നമ്മൾ ഈ പറഞ്ഞ ഒന്നേ ലോവർ ആയിരിക്കും അല്ലെ ഹയർ ആയിരിക്കും. നമ്മൾക്കിപ്പം മൺഡേ ട്യൂസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ഫോം ആവുകയാണെങ്കിൽ ലൈക്ക് ഇപ്പൊ ഇങ്ങനെ വർക്ക് ആവാം. ലൈക്ക് ട്യൂസ്ഡേ ഇപ്പൊ മൺഡേ ട്യൂസ്ഡേ ഇപ്പൊ ഈ വീക്കിന്റെ ഹാഫ് വരെ വന്നു, എന്നിട്ട് തിരിച്ച് ഡ്രോപ്പ് ആവുന്നു, അങ്ങനത്തെ ഒരു സിനാരിയോ വരാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയാ സപ്പോർട്ടിൽ നിന്ന് ഈ ഒരു വീക്ക് കൺസോൾട്ടേഷൻ ആവാം. അല്ലെങ്കിൽ ഈ ഒരു വീക്ക് നമുക്ക് ഈ പ്രീവിയസ് വീക്കിന്റെ ലോ എടുത്തിട്ട് നമുക്കൊരു ബുള്ളിഷ് റൺ അങ്ങനത്തെ രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഒബ്വിയസ്ലി ലിക്വിഡിറ്റി എടുത്തിട്ടാണ് റിവേഴ്സൽ എടുക്കുന്നത്. അപ്പൊ ട്യൂസ്ഡേ ചിലപ്പോൾ ഒരു ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെനസ്ഡേ ഒരു ലോ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു സിനാരിയോസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. സോ മൺഡേയിലെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ട്യൂസ്ഡേയും വെനസ്ഡേയും ഫ്രൈഡേയും ഒക്കെ ഡിസൈഡ് ചെയ്യാം ഈ വീക്കിന്റെ. സോ നമ്മൾ ഓവറോൾ ഒരു ബയാസ് നോക്കുവാണെങ്കിൽ, ഈ ഒരു ഇയറിന്റെ ബയാസ് അല്ലെങ്കിൽ ഒരു മന്തിന്റെ ബയാസ് നോക്കുവാണെങ്കിൽ, നമുക്ക് ഇ എസ് പ്രീവിയസ് ഇയറിന്റെ ഹൈ എടുക്കുവാണെങ്കിൽ, നമ്മുടെ നാസ്ഡാക്ക് പ്രീവിയസ് ഇയറിന്റെ ഹൈ എടുക്കാതെ ഫോൾ ഷോട്ട് ആകുവാണെങ്കിൽ അതൊരു ഇയർലി എസ് എം ടി ആണ്. ആ ഒരു എസ് എം ടി കഴിഞ്ഞാൽ മാർക്കറ്റ് റോൾ ഓവർ ആവും, മാർക്കറ്റ് ഒബ്വിയസ്ലി താഴോട്ടാണ് പോകാൻ പോകുന്നത്. സോ ആ ഒരു സിനാരിയോയിൽ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു എസ് എം ടി ഫോമായി സ്മാർട്ട് മണി റിവേഴ്സൽ ഇ എസിൽ നടന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നാസ്ഡാക്ക് ഫോളോ ചെയ്യും. അപ്പൊ പിന്നെ നടക്കാൻ പോകുന്ന വെച്ചാൽ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ആവും, ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു സാധനമായിരിക്കും നമ്മുടെ എല്ലാ വീക്കും എല്ലാ ഡേയിലും നടക്കാൻ പോകാൻ പോകുന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഫോളായി ഡിസംബറിലോ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എവിടം വരെ വരും ഈ ഒരു ഫോൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാനിപ്പുലേഷനിലേക്കാണ് ഇയറിന്റെ ആ ഒരു മാനിപ്പുലേഷനിലേക്ക് എവിടം വരെ വരുമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ രണ്ട് ഇൻഡെക്സിന്റെയും എന്താ പറയാ വീക്ക്ലി ചാർട്ടാണ്. അപ്പൊ ഈ വീക്ക്ലി ചാർട്ട് കണ്ടാൽ അറിയാം, ഇത് പയ്യെ ഗ്രൈൻഡ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു മാർക്കറ്റ് കറക്ഷൻ ഉണ്ടായിരുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ മറ്റേ ടാരിഫും മറ്റേ ട്രേഡിന്റെ പ്രശ്നങ്ങളും അമേരിക്കൻ ടാരിഫ് എല്ലാം ആ ഒരു ന്യൂസ് ഉപയോഗിച്ചാണ് ഇവന്മാർ ഈ ഒരു മാനിപ്പുലേഷൻ നടത്തിയത്. ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ, ന്യൂസ് എപ്പോഴും മാനിപ്പുലേഷൻ ആണ്, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ നമുക്കിപ്പം കുറെ ഓവറുകൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവന്മാർ പൊക്കിക്കൊണ്ട് വരും. സോ ഈ ഒരു മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് ഫുള്ള് മേളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുൾ ബാക്ക് നമുക്ക് അങ്ങനെ ഒരു സീരിയസ് പുൾ ബാക്ക് നമുക്ക് വന്നിട്ടില്ല. അപ്പം ഒരു കംപ്ലീറ്റ്ലി മേളോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് തിരിച്ച് റിട്രേസ് ആവാൻ പോകുന്നത് ഇംബാലൻസിലേക്കായിരിക്കും. നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്ത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ്, ഒരു കണ്ടിന്യൂഷൻ ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു സീരിയസ് ഇംബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് അവിടെ ആയിരിക്കും നമ്മുടെ ഒരു ഫോൾ അല്ലെ ഒരു ഡ്രോപ്പ്, നമ്മുടെ ഇയർലി മാനിപ്പുലേഷൻ തീരാൻ പോകുന്നത്. സോ ഇയർലി മാനിപ്പുലേഷന്റെ ക്വാർട്ടർലി തിയറീസ് ഞാൻ ഭാവിയിൽ വീഡിയോസ് ഇറക്കാം. സോ ഇതാണ് ഒരു ഓവറോൾ ഔട്ട്ലുക്ക്. നമ്മൾ ഈ വീഡിയോയിൽ 4x കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് 1 hourന്റെ ചാർട്ടിലേക്ക് വരാം. സോ 1 hourന്റെ ചാർട്ടിൽ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ബൾബ് മാർക്ക് വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ
ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ റിഫൈൻ ചെയ്ത് 1 അവർ ഫെയർ വാല്യൂ 1 അവറിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ 1 അവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് ഉണ്ടായ ഒരു ലോ ആണ്. ആ ലോയുടെ താഴെ കൂടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ തിരിച്ച് റീടെസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഇതാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് ആണ്. അതല്ല നമുക്കൊരു റിവേഴ്സൽ ട്രെൻഡാണ് വരാൻ പോകുന്നതെങ്കിൽ നാസ്ഡാക്ക് ഈ ഒരു ലോ എടുക്കും, എന്നിട്ട് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് റിട്രേസ് ചെയ്തിട്ട് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആണ്. നമ്മൾ ഈ ഒരു വീക്ക് ബുള്ളിഷ് ആയിട്ട് പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഡെലിവറി ആണ്. നമുക്കത് നോക്കാം. സോ ലൈക്ക് നാസ്ഡാക്ക് ഈ ഒരു ലോ എടുക്കുമ്പം നമ്മുടെ ES ആ ഒരു ലോ എടുക്കരുത്, പ്രീവിയസ് വീക്കിന്റെ ലോ എടുക്കരുത്. അതിനെയാണ് SMT എന്ന് പറയുന്നത്. ഒരു ഹൈലി കോറിലേറ്റഡ് പെയറിൽ ഒരു പെയർ എന്താ പറയാ ഒരു ലിക്വിഡിറ്റി എടുക്കും, അടുത്ത പേര് ലിക്വിഡിറ്റി എടുക്കില്ല. അതിനെയാണ് SMT എന്ന് പറയുന്നത്. സ്മാർട്ട് മണി T എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ SMTയുടെ ക്ലിയർ വീഡിയോസ് വരുന്നുണ്ട്. സോ ഇതാണ് സ്മാർട്ട് മണി T, സ്മാർട്ട് മണി ടെക്നിക്, സ്മാർട്ട് മണി ടൂൾ. സോ വീക്ക്ലിയിൽ ഇതാണ്. സോ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ലൈക്ക് ഇതൊരു ബ്രേക്കറായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് പ്രൈസ് താഴോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ഇയർലി ബയാസും ഓൾമോസ്റ്റ് കൺഫേം ആണ്. അതേസമയം ഈ ഒരു ബ്രേക്കറിനെ റെസ്പെക്ട് ചെയ്യാതെ ആ ഒരു ബ്രേക്കറിനെ ഇൻവേർഷൻ ബ്രേക്കർ ആക്കിയിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഓ ഗൈസ്, ഞാൻ ഇൻവേർഷൻ ബ്രേക്കറിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ നിങ്ങൾ കേട്ടു, ഇൻവേർഷൻ ബ്രേക്കർ ആയിട്ട് യൂസ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു പ്രൈസ് ഈ ഒരു ലോ എടുത്തിട്ട് തിരിച്ച് റിവേഴ്സ് ഡിസ്പ്ലേസ് ആവുകയാണെങ്കിൽ ഇത് നമ്മുടെ പുതിയൊരു ബ്രേക്കറായി മാറും. ഓക്കെ, ഇത് നമ്മുടെ ഒരു പുതിയ ബ്രേക്കറായി മാറും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 2022 മോഡലാണ്. ഇതിന്റെയൊക്കെ പെർഫെക്റ്റ് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ വീക്ക്ലി ബയേഴ്സ് മാത്രമാണ് നോക്കുന്നത്. സോ ഇയർലി ഓപ്പൺ ഇതാണ്. ഇയർലി ഓപ്പണിൽ റീടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോളോ ഓഫ് ആവാം. സോ നമുക്ക് മൺഡേ ട്യൂസ്ഡേ ഈ ഒരു വീക്ക് കെയർഫുള്ളി വാച്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു വീക്ക് ഇപ്പം എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ ബയാസ് വർക്ക് ചെയ്യുന്നത്, ഡെയിലി ബയാസിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബയാസ് വർക്ക് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ക്ലിയർലി ഒരു പ്രീവിയസ് സെഷൻ അല്ലെ പ്രീവിയസ് സൈക്കിൾ അല്ലെ പ്രീവിയസ് മന്ത് അല്ലെ പ്രീവിയസ് വീക്ക് എന്ത് ചെയ്തു, അപ്പൊ ആ വീക്ക് മാനിപ്പുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ മാനിപ്പുലേഷൻ ആണെങ്കിൽ അടുത്ത വീക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പം മൺഡേ എന്താണ്, കൺസോൾട്ടേഷൻ ആണോ, ട്യൂസ്ഡേ മാനിപ്പുലേഷൻ ആണോ, വെനസ്ഡേ അക്യുമുലേഷൻ ആണോ, സോറി ഡിസ്ട്രിബ്യൂഷൻ ആണോ? സോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ബയാസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബയാസ് നമ്മൾ ഫ്രാക്റ്റലായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം ഇയർലി വരുവാണെങ്കിൽ ഒരു ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടർ നമുക്ക് അക്യുമുലേഷൻ ആയിരിക്കും, സെക്കൻഡ് ക്വാർട്ടർ മാനിപ്പുലേഷൻ ആയിരിക്കും, തേർഡ് ക്വാർട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഫോർത്ത് ക്വാർട്ടർ എക്സ് ആണ്. എക്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ ആവാം അല്ലെ റിവേഴ്സൽ ആവാം. ഓക്കെ, സോ ESലേക്ക് വരുമ്പം ESന്റെയും ഇതാണ് ഡെയിലി സിബി, ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. സിബി എന്ന് വെച്ചാൽ സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. സോ അവർലിയിലേക്ക് റിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. പ്രൈസ് ഇപ്പം അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ആ ഒരു ഏരിയ ആണ് പ്രീവിയസ് വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കുറച്ചുകൂടെ വീക്ക് മാർക്കറ്റ് എന്ന് പറയാനായിട്ട് നാസ്ഡാക്ക് ആണ്. സോ SMT ഫോം ചെയ്യുവാണെങ്കിലും അത് നാസ്ഡാക്ക് ആയിരിക്കും പ്രീവിയസ് വീക്കിന്റെ ലോ എടുക്കുന്നത്. ലൈക്ക് SMT ഫോം ചെയ്യുന്നത് ES ആയിരിക്കും മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ചെയ്യുന്നത്, നാസ്ഡാക്ക് ആയിരിക്കും ബ്രേക്കർ ബ്ലോക്ക് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഡെലിവറീസ് എങ്ങനെയാണെന്ന് ഈ വീക്കിന്റെ നമുക്ക് നോക്കാം. ഇതൊരു NFP വീക്കാണ്. സോ ഗൈസ്, നമുക്ക് ഫോറക്സിന്റെ ഡെലിവറീസ് നോക്കാം. ഇതപ്പോ ഡോളറിന്റെ ചാർട്ടാണ്. സോ ഡോളറിന്റെ ചാർട്ടിൽ നമുക്ക് എന്താ നടന്നിരിക്കുന്നത് നോക്കിയാം. ഈ ഒരു ഹൈ മാർക്കറ്റ് എടുത്തിരിക്കുന്നത് നവംബർ 5-നാണ്. ഈ ഒരു ലോ മാർക്കറ്റ് എടുത്തിരിക്കുന്നത് 17th സെപ്റ്റംബറിലാണ്. ഇതാണ് നമ്മുടെ ഡീലിംഗ് റേഞ്ച്. അപ്പൊ ഡീലിംഗ് റേഞ്ച് എന്താന്ന് വെച്ചാൽ ഒരു റേഞ്ച് ഹൈയും ലോയും ഓരോ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഹൈയും ലോയും ഓരോ ഇംബാലൻസ് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ലോ, ഒരു ഇംബാലൻസ്, ഒരു ലിക്വിഡിറ്റി. ഈ ഒരു റേഞ്ചിനാണ് നമ്മൾ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, DRT ലെവൽസ്. ഈ ഒരു റേഞ്ചിനെ നമുക്ക് 50% ഇതാണ്, 25% ഇതാണ്, 75% ഇതാണ്, 100% ഇതാണ്. സ്റ്റാർട്ടിങ് ഇവിടുന്നാണ്. സോ നമുക്കിത് ഫിബില് ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഫിബിൽ ഈ ഒരു ലെവൽസ് ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ
എന്താ പറയാ, ബ്രേക്ക് അവേ ഗ്യാപ്സ് വരേണ്ടത് 25 ലെവലിലും, നമ്മുടെ ഒരു കൺസോൾട്ടേഷൻ വരേണ്ടതും അല്ലെങ്കിൽ ഒരു ട്രേഡ് അവസാനിക്കേണ്ടതും 50 ലെവലിലാണ്. 75% അല്ലെങ്കിൽ റിവേഴ്സലാണ് 25%. ആ ഒരു ടൈമിലാണ് നമ്മുടെ മെഷറിംഗ് ഗ്യാപ്പ് എന്നുള്ളൊരു ഗ്യാപ്പ് വരേണ്ടതും, ഇതിലേക്ക് നമുക്ക് പറയാം മെഷറിംഗ് ഗ്യാപ്പ് വരേണ്ടതും നമ്മുടെ ടെർമിനസ് ഈ ഒരു എൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വിക്കിന്റെ എൻഡ് ആയിരിക്കും. സോ ഒരു DRT ലെവൽ ഫുൾ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. DRT ഒരു ഡീലിംഗ് റേഞ്ച് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ നടക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് 50% ഉള്ളൂ. 50% വന്നിട്ട് നിങ്ങൾക്ക് കൺസോൾട്ടേഷൻ ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് DRT ലെവലിൽ നമ്മൾ റിവേഴ്സൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ DRT ലെവലിൽ ഇതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നുണ്ട്. 25 ഭയങ്കര സ്പീഡിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകണം, റീടെസ്റ്റ് ചെയ്യണം. തിരിച്ച് 15 ഭയങ്കര സ്പീഡിൽ ബ്രേക്ക് ചെയ്ത് പോയി റീടെസ്റ്റ് ചെയ്തു. 75 എത്തുമ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ആകുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. കണ്ടോ, മാർക്കറ്റ് മേക്കർ മോഡൽ. പിന്നെ എല്ലായിടത്തും മാർക്കറ്റ് മേക്കർ മോഡലാണ്. മാർക്കറ്റ് മൂവ് ആവുന്ന മാർക്കറ്റ് മേക്കർ മോഡൽ വെച്ചിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലോ എടുത്തു കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സ് ആയി, ഈ ഒരു ഹൈ എടുത്തു, തിരിച്ച് റിട്രേസ് ആയി, ആ ഒരു ഹൈയും എടുത്തു. സോ ആ ഒരു സ്പെസിഫിക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. അത് ഞാൻ റൈറ്റ് സൈഡിലല്ല മാർക്ക് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടില്ല, റൈറ്റ് സൈഡ് ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ്. ഓപ്പൺ ആക്കി ഇട്ടിരുന്ന അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ അത് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണ്. ബാലൻസ് പ്രൈസ് റേഞ്ചസിൽ വരുന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. സോ ആ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഭാവിയിലുള്ളൊരു എന്താ പറയാ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറും ബ്രേക്ക് അവേ ഗ്യാപ്പ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. നിങ്ങൾക്കിപ്പം ലൈക്ക് വളരെ ഹൈ പ്രയോറിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ വളരെ ഹൈ പ്രോബബിലിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്സ് എക്സാക്ട്ലി എവിടെയാണ് ഫോം ആവുന്നത് നോക്ക്. അത് നിങ്ങൾക്ക് ഉള്ളൊരു ഹോംവർക്ക് ആണ്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റഡി ചെയ്യ്. എങ്ങനെയാണ് പ്രൈസ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യുന്നത് നോക്ക്. ഇപ്പം ഈ ഒരു ഏരിയയിൽ നിങ്ങളിപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൾ എൻട്രി ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു ലോ ഒരു ഡിസ്പ്ലേസ്മെന്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ബ്രേക്കിൽ ഉണ്ടാവുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇവിടാണ് നിങ്ങൾ 2022 മോഡൽ എന്നുള്ള രീതിയിൽ എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് 50% വരെ നമുക്ക് റൈഡ് ചെയ്ത് വരാം. പക്ഷേ ഈ ഒരു പോയിന്റ് തന്നെ എൻട്രി ചെയ്യാനായിട്ടുള്ള വേ ആണ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ്, റൈറ്റ് സൈഡ് ഓഫ് ദ കർവ് ഒബ്വിയസ്ലി ലെഫ്റ്റ് സൈഡിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ചൂസ് ചെയ്ത് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മിഡില് ഈ ഒരു പ്രിസിഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എക്സാക്ട്ലി 2 ടിക്ക് താഴെ 50%-നെയാണ്. നിങ്ങൾക്ക് 0 ഡ്രോ ഡൗണിൽ ട്രേഡിൽ എൻട്രി ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഓപ്പൺ ആക്കി ഇടുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ബ്രേക്ക് അവേ ഗ്യാപ്സിനെയും മെഷറിംഗ് ഗ്യാപ്സിന്റെയും ഡെപ്ത് ആയിട്ട് പഠിക്കുവാണെങ്കിൽ. സോ നമ്മുടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് ടാപ്പ് ചെയ്തു, ഫോൾ ഡൗൺ, തിരിച്ച് റിട്രേസ് ആയി, ഫോൾ ഡൗൺ, തിരിച്ച് റിട്രേസ് ആയി, 50%-ൽ കൺസോൾട്ടേഷൻ നടക്കുന്നു. സോ ഇത് ഡോളറിന്റെ പെയർ ആണ്. സോ നമുക്ക് നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് നിങ്ങളിപ്പോ യൂറോ USD ആവാൻ ട്രേഡ് ചെയ്യുന്ന, GBP USD ആവാൻ ട്രേഡ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഏത് പെയർ ആണെങ്കിലും ട്രേഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു കോറിലേറ്റഡ് പെയർ വേണം. നിങ്ങൾക്ക് ചുമ്മാ റാൻഡംലി ഒരു ഒറ്റ പെയർ മാത്രം കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിപ്പം യൂറോ USD ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡോളറിന്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ SMT നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അതേപോലെ GBP USD ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഡോളറിന്റെയും അതേപോലെ തന്നെ യൂറോ USD-യുടെയും എന്താ പറയാ ഒരു കോറിലേഷൻ മാർക്കറ്റ്. ഇപ്പം ഈ ഒരു ചാർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യൂറോ USD. അതിപ്പോ ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു ചാർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യൂറോ USD. സോ നമുക്ക് SMTs ഫോം ചെയ്യാനും നമുക്ക് നമ്മുടെ എന്താ പറയാ അങ്ങനത്തെ കുറച്ച് ക്രാക്ക് ഇൻ കോറിലേഷൻസും 6 സിസ്റ്റർ അപ്രോച്ചും അങ്ങനത്തെ ലൈക്ക് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ടൈം ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് 2 പെയറിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ഒറ്റ പെയർ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വൺ സൈഡ് ബ്ലൈൻഡഡ് ആണ്. നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സോ ഒബ്വിയസ്ലി ഈ ഒരു ഫ്രെയിം വർക്ക് ടോട്ടലി ബേസ് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻ ഓഫ് മാർക്കറ്റ്സിന്റെ ബേസിലാണ്. ഇത് ഡോളറിന്റെ മാർക്കറ്റ് ആണ്. നമ്മളുടെ സിമ്പലിന്റെ പേര് DXY എന്നാണ്. DXY TVC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നതാണ് DXY. ഓക്കെ, സോ ഇതിപ്പം യൂറോ USD-യുടെ ചാർട്ടും ഡോളറിന്റെ ചാർട്ടും സൈഡ് ബൈ സൈഡ്. ലൈക്ക് ഈ വീഡിയോ ഇപ്പൊ സ്കിപ്പ് അടിച്ച് പോയാലും മിസ് ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കര വലിയ കാര്യമാണ്. കാരണം നമുക്ക് റിയൽ സോഴ്സസ് ഒക്കെ വീഡിയോയുടെ എൻഡിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്താലേ നമുക്ക് അവസാനം ആ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ നാസ്ഡാക്കിൽ കണ്ട കണക്ക് ഞാൻ ഈ ഒരു ഹൈ ഡോളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഈ ഒരു ഹൈ എന്തിനാണ്? ലൈക്ക് ഇവിടെ ലിക്വിഡിറ്റി എടുത്തായിരുന്നു, ബൈ സൈഡ് ഇവിടെ ഓൾറെഡി എടുത്തിരുന്നു. തിരിച്ചെന്തിനാ ഇവിടെ വന്ന് ഈ ലിക്വിഡിറ്റി എടുത്തിരുന്നത്? നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവണം.
അത്യാവശ്യം മാർക്കറ്റിലുള്ളവർക്ക് ആ ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു സ്മാർട്ട് മണി റിവേഴ്സൽ വന്ന് എന്തുകൊണ്ട് റിവേഴ്സ് ആയില്ല, എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് എടുത്തില്ല, എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് എടുത്തില്ല, ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഈ ഒരു സെയിം ആർക്ക് ഫോം ആയിരിക്കുന്നത് ഇവിടാണ്. ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തില്ല. നമ്മുടെ യൂറോ USDയുടെ നേരെ തലതിരിഞ്ഞ പെയറാണ് ഡോളർ എന്ന് പറയുന്നത്. ഡോളർ യൂറോ എന്ന് പറയുന്ന പെയറിന്റെ ഡോളർ യൂറോ എന്ന് പറയുന്ന ഒരു പെയറിന്റെ ഡോളർ യൂറോ എന്ന് പറയുന്ന പെയറിൽ ഇത് വെറും ഡോളറിന്റെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. സോ ഡോളറും ഈ ഡോളറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യൂറോ USD. സോ ഡോളർ ആ ഹൈ എടുത്തു, പക്ഷെ നമ്മുടെ യൂറോ USD ഈ ഒരു ലോ എടുത്തില്ല. അപ്പം നമുക്ക് കൺഫേം ചെയ്യാം ആ ഒരു എക്സാക്ട് റിവേഴ്സലിന്റെ ഡേറ്റ് എപ്പോഴാണ്? 21st November. എക്സാക്ട് ഡേറ്റ് 21st November. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് മാർക്കറ്റ് റിവേഴ്സൽ ടൈമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഈ ഒരു എക്സാക്ട് സംഭവം നിങ്ങൾക്ക് ഫോം ആവുന്ന ഈ ഒരു SMT എക്സാക്ട്ലി ഫോം ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 21st November ആണ് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ തൊട്ട് ബൈസ് നോക്കാം. അവിടെ തൊട്ട് മാർക്കറ്റ് എല്ലാ ദിവസവും ബൈ 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 റിട്രേസ് ബൈ റിട്രേസ് ബൈ 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 ആ ഒരു സെയിം പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. അക്യുമുലേഷൻ മാനിപ്പുലേഷൻ താഴോട്ട്, ഡിസ്ട്രിബ്യൂഷൻ മുകളിലോട്ട്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ താഴോട്ട്, ഡിസ്ട്രിബ്യൂഷൻ മുകളിലോട്ട്. സോ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ടൈം ബേസ്ഡ് ട്രേഡിംഗ് ഇവിടെ ആരും ചെയ്യുന്നില്ല. സോ എക്സാക്ട്ലി 21st November, എക്സാക്ട്ലി 21st November ഡോളർ ഹൈ ഫോം ചെയ്തു, യൂറോ ലോ ഫോം ചെയ്തു. ഈ ഒരു ലോയുടെ ശേഷം ഇനി മാർക്കറ്റ് ആ ഒരു ലോ ടച്ച് ചെയ്യില്ല അൺലെസ് അത് ആ ഒരു ഡീലിംഗ് റേഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയോ അടുത്തൊരു ഇംബാലൻസിൽ പോവുകയോ. ഈ ഒരു ഇംബാലൻസിൽ കറക്റ്റ് മാർക്കറ്റ് എവിടെ വന്നിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? ഒരു ഇംബാലൻസ്. ആ ഒരു ഇംബാലൻസ് എങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഞാനൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻവേർഷൻ ഫെയർ വാല്യൂ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണ്. അത് ഞാൻ എന്റെ ലെഗസി ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറഞ്ഞുതരാം. സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു, മാർക്കറ്റ് റിവേഴ്സ് ആയി. അപ്പൊ ഇനി എന്താ നോക്കേണ്ടത്? ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഫോറക്സിൽ എന്താണ് നോക്കേണ്ടത്? ഓക്കെ, ഫ്യൂച്ചറിൽ ഇതിപ്പോ എന്താ യൂറോ USD ഈ സെൽ സൈഡ് എടുത്തിട്ട് റിവേഴ്സ് ആകുവാണെങ്കിൽ, അതേപോലെയാണ് ഡോളർ ഈ ബൈ സൈഡ് എടുക്കാതെ റിവേഴ്സ് ആകുവാണെങ്കിൽ നമുക്ക് യൂറോ ഹയറിലേക്കും എക്സ്പെക്ട് ചെയ്യാം, ഡോളർ കുറച്ചുകൂടെ ലോവറിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്നും വെച്ച് ലൈക്ക് ഒരിക്കലും ഡോളറും സെൽ സൈഡ് യൂറോയും സെൽ സൈഡ് നമ്മുടെ നാസ്ഡാക്കും ES കണ്ടടക്കം അങ്ങനല്ല SMT. ഇവര് തിരിച്ചാണ്. ഇവര് ഡോളർ മേളിലേക്ക് പോകുമ്പോൾ യൂറോ താഴോട്ട് പോകും, കാരണം യൂറോ USD ഫംഗ്ഷൻ ചെയ്ത് അങ്ങനെയാണ്. സോ ഈ സെൽ സൈഡ് യൂറോ എടുക്കുന്നു, ഡോളർ ഈ ഒരു ബൈ സൈഡ് എടുക്കാൻ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കർ ഫോം ആവുന്നു, ഇവിടെ ഒരു മിറ്റിഗേഷൻ ഫോം ആവുന്നു, ഡോളർ ഫോൾ ആവാൻ പോകുന്നു, യൂറോ പൊങ്ങാൻ പോകുന്നു. ഇൻ കേസ് നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ നമ്മുടെ യൂറോ ബൈ സൈഡ് എടുക്കുന്നു, എന്നിട്ട് ബൈ സൈഡ് എടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഡേ കൺഫേം ആവും. കാരണം ഈ ഒരു എക്സാക്ട് പോയിന്റ്, ആ ഒരു എക്സാക്ട് ദിവസം ഞാൻ അത് എഴുതി തരാം. എക്സാക്ട് ഡേ, എക്സാക്ട് സെഷനിൽ, എക്സാക്ട് ടൈം ടു ദ ടിക്ക്. ആ ഒരു എക്സാക്ട് ഡേ, എക്സാക്ട് ടൈം ടു ദ ടിക്ക് ആരാണോ ലിക്വിഡിറ്റി ഫസ്റ്റ് ഗ്രാബ് ചെയ്യുന്നത് അതാണ് മാർക്കറ്റ് റിവേഴ്സൽ. ഓക്കെ, എല്ലാ SMTസും എല്ലാ ലൈക്ക് ഇങ്ങനത്തെ ഒരു ലാഗിങ്ങും SMTs അല്ല. എക്സാക്ട് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സാക്ട് ടൈമിൽ നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഇത് സ്കിപ്പ് അടിച്ച് പോയവർക്ക് ഒരു ഭയങ്കര നഷ്ടമുള്ള ഒരു വീഡിയോ ആണ്, ഭയങ്കര നഷ്ടമുള്ള ഒരു പാർട്ടാണ്. കാരണം ഇതാണ് സോഴ്സ് റിയലി. SMT എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണി ടൈമാണ്. ആ ഒരു എക്സാക്ട് ടൈം, ഏത് ടൈമിലാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആരാണ് ഈ ഒരു ഹൈയുടെ ഒരു ടിക്ക് മുകളിൽ ആദ്യം പോകുന്നത്, അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ. ഒരു ട്യൂസ്ഡേ ആവാം, ഒരു വെനസ്ഡേ ആവാം, ഒരു തേഴ്സ്ഡേ ആവാം. എക്സാക്ട്ലി 9:30, 9:27, 9:10. നിങ്ങൾ കണ്ടില്ലേ എന്റെ എക്സിക്യൂഷൻ വീഡിയോസിൽ ഞാൻ ഒരു എക്സാക്ട് ടൈം മാർക്ക് ചെയ്ത് വെച്ചേക്കും. അതിന്റെ ബിഹൈൻഡിലുള്ള സോഴ്സ് ഇതാണ്. ഓക്കെ, സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തവർക്കും ഈ വീഡിയോ ക്ലോസ് ചെയ്തവർക്കും വളരെ നഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ ഇത് ഉടനെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ ഇത് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്ത് ഇത് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ലോവർ ടൈം ഫ്രെയിംസിലും കാണാൻ പറ്റും. ഈ ഒരു സാധനം ഇല്ലാതെ മാർക്കറ്റ് റിവേഴ്സൽ നടക്കാറേ ഇല്ല. നിങ്ങൾ കേട്ടോ അത്? ഈ ഒരു സാധനം ഇല്ലാതെ മാർക്കറ്റ് റിവേഴ്സൽസ് നടക്കാറില്ല. ഈ ഒരു സാധനം ഇല്ലാതെ ഈ ഒരു ബ്രേക്കറും ഫോം ആവാതെ ഒരിക്കലും മാർക്കറ്റ് റിവേഴ്സൽസ് നടക്കാറില്ല. സോ യൂറോ മേലോട്ടാണ്, ഡോളർ താഴേക്കാണെന്നല്ല ഞാൻ പറയുന്നത്. നാസ്ഡാക്ക് ക്രാഷ് ആവാൻ പോവാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മാർക്കറ്റ് റീഡ് ചെയ്യേണ്ടതും എക്സാക്ട് ടു ദ ടിക്ക് ടു ദ ടൈം നിങ്ങൾക്ക് മാർക്കറ്റ് ടൈം ചെയ്ത് സെല് ചെയ്യാനും ബൈ ചെയ്യാനും മോഡലിൽ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ
ഒരു എന്താ പറയാ എന്റെ മെന്റർഷിപ്പ് സ്റ്റുഡൻസിനും എന്റെ പ്രൈവറ്റ് സ്റ്റുഡൻസിനും എല്ലാം ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ട്രേഡ് എടുത്തുകൊണ്ടിരുന്ന ഒരു റിയൽ സോഴ്സ് ഇതാണ്. ഇത് കമ്പൈൻഡ് വിത്ത് വേറെ ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതേപോലെ ഇനിയും പറയാൻ പോകുന്ന കുറെ കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് 98, 95, 96% ആക്യുറസിയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. സോ ഞാൻ GBP/USD പേര് കവർ ചെയ്യുന്നില്ല, സെയിം EUR/USD പ്രിൻസിപ്പിൾസ് ആണ്. GBP/USD കുറച്ചുകൂടെ എന്താ പറയാ ക്ലീൻ ആയിട്ടുള്ള പെയറാണ് ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ. സോ നിങ്ങൾക്ക് GBP നിങ്ങൾക്ക് എൻട്രീസ് നോക്കാം, അല്ലെ EUR/USD നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രീസ് നോക്കാം. സോ നിങ്ങൾക്കപ്പം ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ 3 പെയറും ഞാൻ നിങ്ങൾക്ക് എല്ലാ വീക്കിലും നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ അത്യാവശ്യം അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സിന്റെ അനാലിസിസ് ചെയ്യാൻ തരാം. ഫോറക്സ് മാർക്കറ്റിനെക്കാട്ടി ഞാൻ കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യുന്നത് നാസ്ഡാക്കിലായിരിക്കും. ഡെയിലി റിവ്യൂസും നാസ്ഡാക്കിന്റെ ആയിരിക്കും വരുന്നത്. സോ നിങ്ങൾ മാർക്കറ്റ് സ്വിച്ച് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലീനർ പ്രൈസ് ആക്ഷൻ വേണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മാർക്കറ്റ് സ്വിച്ച് ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട, വീഡിയോ വൈകുന്നതിന് എനിക്ക് പറയാനുള്ള കാര്യം, എക്സാക്ട്ലി 50% ഓഫ് ദ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ആ 50% ഓഫ് ദ റേഞ്ചിൽ നിന്ന് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്നേ ഫോളോ ഓഫ് ആവാം, അല്ലെ മുന്നോട്ട് പോവാം. ഈ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതുകൊണ്ട് ഒരു ബുള്ളിഷ് പ്രൈസസ് എക്സ്പെക്ട് ചെയ്യാം, കാരണം അമേരിക്ക വെനിസ്വേലയില് വിസിറ്റിന് പോയിട്ടുണ്ട്. സോ അതൊരു പ്രൊഡിക്ഷൻ അല്ല. ഒബ്വിയസ്ലി നമ്മൾ മാർക്കറ്റിന് എന്താ പറയാ ഓരോ പ്രീവിയസ് സെക്ഷൻസിന്റെ പ്രീവിയസ് സൈക്കിളിന്റെ പെർഫോമൻസ് വെച്ച് നമ്മൾ മാർക്കറ്റ് പ്രൊഡിക്റ്റ് ചെയ്യുവാണ്, നമ്മൾ ഒരിക്കലും റിയാക്റ്റീവ് അല്ല. സോ നമുക്ക് എങ്ങനെയാണ് അടുത്ത പ്രീവിയസ് സൈക്കിൾസ് മൺഡേ ട്യൂസ്ഡേ ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീക്ക്ലി ബയാസ് അല്ലെ മന്ത്ലി ബയാസ് എന്താ പറയുക ഡിറ്റർമൈൻ ചെയ്യാം. സോ ഫോക്സ്, ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ.